അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് വൈന് ഇവൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വൈൻ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ പെട്ടെന്ന് തലകറക്കം പോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഫെയിൻ്റായിട്ട് വീഴുകയും ചെയ്യുകയാണ്. ഇവൻ കുടിക്കുന്ന സമയത്ത് തന്നെ ഇവൻ്റെ ബോയ് ഫ്രണ്ടിന് സംശയമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവൻ കൂടുതലൊന്നും പറയുന്നില്ലായിരുന്നു. അവൻ പെട്ടെന്ന് തലകറങ്ങി വീഴപ്പോഴേ അവൻ ഏതാണ്ട് ഒരു സംശയമൊക്കെ ഉറപ്പായി വരുന്നുണ്ടായിരുന്നു. ആ ഡ്രിങ്കിൽ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവൻ ഫോഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് വേറെ വഴിയില്ലാതെ ഇവനും ആ ഡ്രിങ്ക് കുടിക്കേണ്ടി വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവനും അതുപോലെ തന്നെ ദേഹത്ത് ബുദ്ധിമുട്ടൊക്കെ തോന്നുകയും തലയിറക്കം വരികയൊക്കെ ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്ത് അവൻ്റെ സ്വഭാവമൊക്കെ മാറി വരികയാണ്. എന്നിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ്. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് അവനെ കുത്താൻ വേണ്ടി വരുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ദേഹത്ത് കുത്താതിരിക്കാൻ വേണ്ടി ഇവൻ കയറി തടയുകയും ചെയ്യുന്നുണ്ട്. ഇവൻ്റെ എനർജി കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡിലാണ് ആ കുത്ത് കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആവുകയാണ് പുറത്തോട്ട്. ആ ഹീറ്റ് എനർജി മറ്റവന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൊണ്ടുപോവുകയും അവന് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഈ ഡ്രിങ്ക് കാരണം അവൻ്റെ ബോഡിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ പ്രശ്നം ഉണ്ടായതുപോലെ അഭിനയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവൻ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു എനർജി ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവന് വലിയ രീതിയിലുള്ള ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അവൻ വളരെ ശക്തിയായിട്ടുള്ളൊരു എനർജി ഉള്ളവനാണ്. ആ എനർജി കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ അവൻ ഫൈറ്റ് ചെയ്ത് തടയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ കത്തി കൊണ്ട് കുത്തിയത് പോലും അവൻ ഒട്ടും തന്നെ എഫക്റ്റ് ആയിട്ടില്ലായിരുന്നു. സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വളരെ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഒമേഗ അല്ല എന്തായാലും എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ശരിക്കുമുള്ള പവർക്ക് അവൻ പുറത്തോട്ട് യൂസ് ചെയ്യുന്നത്. വേറെ കുറച്ച് ഗുണ്ടകളും കൂടെ അവിടെ കയറി വരുന്നുണ്ട്. അവരെയൊക്കെ ഫൈറ്റ് ചെയ്ത് അവൻ തോൽപ്പിക്കുന്നുണ്ട്. ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.